ഇമാജിൻ നിങ്ങളൊരു ആസ്ട്രോനോട്ടാണ്. നിങ്ങൾ സ്പേസിലൂടെ സഞ്ചരിക്കുന്ന ടൈമിൽ ഒരു കറുത്ത ശബ്ദമില്ലാത്ത സാധനത്തെ കാണുകയാണ്. ISRO നിങ്ങളോട് പറയുകയാണ്, അറിയാതെ പോലും അതിനടുത്തേക്ക് പോകരുത്, അതൊരു ബ്ലാക്ക് ഹോളാണ്. പക്ഷേ അപ്പോഴേക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഓൾറെഡി അതിൽ വീണു കഴിഞ്ഞു എന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് സയൻറ്റിസ്റ്റുകളെ പോലും അമ്പരിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ബ്ലാക്ക് ഹോൾ എന്താണ്? ബ്ലാക്ക് ഹോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ബ്ലാക്ക് ഹോളിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈ വീഡിയോ തീരുന്നതിന് മുന്നേ ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ബ്ലാക്ക് ഹോൾ വിചിത്രമായിട്ടുള്ളത് എന്താണ്? മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും കൂടുതലായി അറിയാൻ മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ടുള്ള ഒരു വിഷയമാണ്. ഐസക് ന്യൂട്ടൺ പറഞ്ഞിരുന്നത് ഗ്രാവിറ്റി ഒരു ഇൻവിസിബിൾ ഫോഴ്സാണ്, അത് ഓരോ വസ്തുക്കളെയും തമ്മിൽ ആകർഷിക്കും എന്നതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1915 ആൽബർട്ട് ഐൻസ്റ്റീൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി പുറത്തുവിടുന്നത്. അതനുസരിച്ച് ഗ്രാവിറ്റി ഒരു ഇൻവിസിബിൾ ഫോഴ്സ് അല്ലെന്നും മാസും എനർജിയും കാരണം സ്പേസ് ടൈം കർവ് ആവുകയാണെന്നും ആ കർവിനെ മറ്റു വസ്തുക്കൾ ഫോളോ ചെയ്യുകയാണെന്നും പറഞ്ഞു. അതായത് നിങ്ങൾ വലിച്ചു കെട്ടിയ ഒരു റബ്ബർ ഷീറ്റിനെ ആലോചിച്ചു നോക്കൂ. അതിൽ നല്ല ഭാരമുള്ള ഒരു ബോളിനെ കൊണ്ടിടുന്നു. ആ റബ്ബർ ഷീറ്റ് സ്പേസ് ടൈമും ബോൾ സൂര്യനുമാണെങ്കിൽ ആ ബോൾ എന്ത് ചെയ്യും? റബ്ബർ ഷീറ്റിന് താഴോട്ട് കർവ് ചെയ്യും. ഇനി ഒരു ചെറിയ ബോൾ റബ്ബർ ഷീറ്റിൽ കൊണ്ടുവച്ചാലോ അതുരുണ്ട് വലിയ ബോളിനടുത്തേക്ക് പോകും. ഇങ്ങനെയാണ് വലിയ വലിയ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം സ്പേസ് ടൈമിനെ കർവ് ചെയ്ത് മറ്റു ചെറിയ സാധനങ്ങളെ അതിനടുത്തേക്ക് ആകർഷിക്കുന്നത്. അതിനുശേഷം 1916 തൊട്ടടുത്ത വർഷം തന്നെ കാൾ ഷ്വാർസ്ചൈൽഡ് ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുകയും ഒരു പ്രത്യേക അളവിലെ മാസിനെ സഫീഷ്യന്റ് ആയിട്ടുള്ള റേഡിയസ് വരെ ചുരുക്കി കംപ്രസ് ചെയ്താൽ ഗ്രാവിറ്റിയുടെ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും, ലൈറ്റിന് പോലും അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞു. ഈ ക്രിറ്റിക്കൽ ബൗണ്ടറിയെ അദ്ദേഹം ഷ്വാർസ്ചൈൽഡ് റേഡിയസ് എന്നും വിളിച്ചു. പക്ഷേ ഐൻസ്റ്റീൻ ഇത് വിശ്വസിച്ചിരുന്നില്ല. ഐൻസ്റ്റീൻ പറഞ്ഞത് പ്രകൃതി സ്റ്റാറിനെ ഇത്രയും സൈഫൈ ആയിട്ടുള്ള ഒബ്ജക്റ്റായി മാറാൻ സമ്മതിക്കില്ല എന്നായിരുന്നു. 1939 അദ്ദേഹം ഇതിനെതിരായി ഒരു പേപ്പറും പബ്ലിഷ് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ ഓപ്പൺഹൈമർ അണ്ണന്റെ എൻട്രി. അദ്ദേഹം ചോദിച്ചു, ഒരു സൂപ്പർ മാസീവ് സ്റ്റാറിന്റെ ന്യൂക്ലിയർ ഫ്യൂവൽ തീർന്നാൽ ആ സ്റ്റാറിന് എന്ത് സംഭവിക്കും? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാർസ് ഇങ്ങനെ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്നത് അതിന്റെ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. അതായത് ഗ്രാവിറ്റി അതിനെ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ അതിനെ പുറത്തോട്ട് വലിക്കും. അങ്ങനെ ഒരു ബാലൻസിലാണ് സ്റ്റാർസ് ജീവിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിയാൽ സ്റ്റാർസ് ചാവും. അങ്ങനെ ഓപ്പൺഹൈമറും അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റായ ഹാർഡ്ലൻ സ്നൈഡറും കൂടി ചേർന്ന് ഒരു മാസീവ് ആയിട്ടുള്ള സ്റ്റാറിന്റെ ഫ്യൂഷൻ റിയാക്ഷൻ സ്ട്രോങ് അല്ലെങ്കിൽ അതിനെ കൊളാപ്സ് ആവുന്നതിൽ നിന്നും ഒന്നും തടയുന്നില്ലെന്നും അവസാനം അതിന്റെ സർഫസ് ഷ്വാർസ്ചൈൽഡ് റേഡിയസും കടന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഇവന്റ് ഹൊറൈസണായി മാറുമെന്നും അവർ തെളിയിച്ചു. ഇമാജിൻ, നമ്മുടെ സണ്ണിനെ എടുത്ത് കംപ്രസ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്ത് ഏകദേശം 3 കിലോമീറ്റർ റേഡിയസ് ആകുന്ന ടൈമിൽ അതിന്റെ സർഫസിലെ ഗ്രാവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതായത് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ലൈറ്റിന് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അതിൽ പെട്ടുപോകും. അതാണ് ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് ഹോൾ എന്ന പേര് വന്നതും ഒരു കഥയാണ്. ബിക്കോസ് ശരിക്കും അതൊരു ഹോൾ അല്ല. ആദ്യമൊക്കെ ഇതിനെ ഫ്രോസൺ സ്റ്റാർ, ഗ്രാവിറ്റേഷണലി കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ഒബ്ജക്റ്റ്, ഷ്വാർസ്ചൈൽഡ് സിംഗുലാരിറ്റി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1967 ജോൺ വീലർ ഇതിനെപ്പറ്റി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെയുള്ള ഒരു സ്റ്റുഡൻറ്റ് ബ്ലാക്ക് ഹോൾ എന്ന പേര് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയും അതിഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻസിലെല്ലാം ആ പേര് ഉപയോഗിക്കാനും തുടങ്ങി. അങ്ങനെ ആ പേര് ഫേമസ് ആയി. 1990കളിൽ സയൻസ് കമ്മ്യൂണിറ്റി ഓൾറെഡി ബ്ലാക്ക് ഹോളുകൾ റിയൽ ആണെന്ന് വിശ്വസിച്ചിരുന്നു. കാരണം ഇവന്റ് ഹൊറൈസൺ എക്സ്റേസ് പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല നമ്മുടെ ഗാലക്സിയിലെ സ്റ്റാർസ് എല്ലാം ഗാലക്സിയുടെ സെൻറ്ററിലുള്ള സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോളിന് ചുറ്റും കറങ്ങിക്കൊണ്ടുവരുന്നു. 2019 എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ +2 പഠിക്കുമ്പോൾ ലൈബ്രറിയിൽ വെച്ചാണ് ഞാൻ അറിയുന്നത് ബ്ലാക്ക് ഹോളിൻ്റെ ആദ്യ ചിത്രം പുറത്തുവിട്ടു എന്ന്. Perseus 87 എന്ന ഗാലക്സിയുടെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രമായിരുന്നു അത്. 2022 നമ്മുടെ സ്വന്തം ബ്ലാക്ക് ഹോളായ സജിറ്റേറിയസ് എ സ്റ്റാറിൻ്റെ ചിത്രവും പുറത്തുവിട്ടു.